നമസ്കാരം. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ജനങ്ങളെ കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ട് വിശ്വസിക്കുന്നു. കാണുന്നുണ്ട് വ്യക്തമായി കാണുന്നുണ്ട്. ഇവിടെ നിറച്ച് ഇപ്പൊ ഇവിടെ സമയം 7:40, 10 മണിക്കാണ് ദിവ്യബലി ആരംഭിക്കുന്നത്. പക്ഷെ ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു പാപ്പേനെ. പക്ഷെ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾ ഇന്നലെ 11 മണിക്ക് ഇവിടെ എത്തി. ഇവിടെ എല്ലാം അടച്ചത് കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. പിന്നെ വീണ്ടും ഞങ്ങൾ വന്നതിന് ശേഷം 4 മണിക്ക് വന്നു. 6 മണിക്കാണ് തുറന്നത്. 4 കവാടങ്ങളായിട്ട് തുറന്നിട്ടുണ്ട്. പക്ഷെ 4 കവാടങ്ങളിലും തുറന്നെങ്കിലും പ്യാസ ഇപ്പൊ തന്നെ നിറഞ്ഞു. ആ ചത്തുരം വിശുദ്ധ ബസിലിക്ക, സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, അവിടെയാണ് അൾത്താര അവിടെയാണ്. അവിടെ ഒഫീഷ്യൽസ്, അതായത് ആ കാണുന്ന സ്ഥലത്താണ് ഒഫീഷ്യൽസ് ഒക്കെ ഇരിക്കുന്നത്. മുകളില് കർദിനാൾമാരും പ്രശസ്ത, അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റ്സ്, അങ്ങനെയുള്ള VIPs ഒക്കെ അവിടെ ഒരുക്കി സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡുകളിൽ വലത്തുവശത്ത് നമുക്ക് കാണുന്നത് വൈദികരുടെ ഇതാണ്. പിന്നെ ഇവിടെ എല്ലാവരും സന്യസ്തരുണ്ട്, അൽമായരുണ്ട്, എല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. നിറച്ച് ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ 4 സ്ഥലങ്ങളിലായിട്ടാണ് മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി താഴെയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വത്തിക്കാന്റെ സ്ക്വയറിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് അവിടെ കുറെ ക്യാമറ വെച്ചിട്ടുണ്ട്. അവിടെ നിരവധി മാധ്യമ പ്രവർത്തനങ്ങൾക്കുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 10 മണിയാകുമ്പോഴത്തേനും ഇവിടെ ദിവ്യബലി ആരംഭിക്കും. അതിനു മുമ്പ് വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കത്തിന് വേണ്ടി പൊതുവെ ഇവിടെ ദിവ്യബലിക്ക് മുമ്പ് നമ്മള് കൊന്ത ആരംഭിക്കും. ഇന്ന് അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവിടെ വരുന്ന ഓരോ ജനങ്ങളുടെ കൈകളിലും ദിവ്യബലി ഇംഗ്ലീഷിലും ലാറ്റിനിലുമുള്ള ദിവ്യബലിയുടെ പുസ്തകം എല്ലാവർക്കും ഇവിടെ വന്ന ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ പുസ്തകം. ഇതിന്റെ അകത്ത് നമ്മുടെ ലിറ്റർജി, ആരാധനാക്രമത്തിന്റെ എല്ലാം ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഇരുന്നാണ് ദിവ്യബലിക്ക് ശേഷം ഇവിടെ നിന്നാണ് പാപ്പയുടെ പുണ്യപ്പെട്ട ആ ശരീരം ഇവിടെ നിന്ന് പാപ്പ ഇത്രയും വർഷം ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ ജനങ്ങൾക്കും ലോകത്തിന് മുഴുവനും സന്ദേശം നൽകി തന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടം ഇവിടെ ചെലവഴിച്ച എല്ലാം ഇവിടെ തന്നെ ഇവിടെ നിന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് പാപ്പനെ കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിന്റെ എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പൊ ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങളുടെ വികാരങ്ങളെ കുറിച്ച് ഞാൻ രാവിലെ തന്നെ അന്വേഷിച്ചായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്ക് ഓരോരുത്തർക്കും പാപ്പ ഓരോ അനുഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പലരും പാപ്പനെ നേരിട്ട് കണ്ട് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഉള്ളവരാണ്. പല കൂടിക്കാഴ്ചകളിലും പാപ്പ ചിലപ്പോൾ കൈ കൊടുത്തിട്ടുണ്ട്, അവരെ തൊട്ട് ആശീർവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ എൻ്റെ അടുത്തിരിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് അയർലൻഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്, മെഡിക്കൽ കെയറിന്റെ അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം ഒരു ഫോട്ടോ എന്നോട് കാണിച്ചു. അദ്ദേഹം പറയുന്നത് പാപ്പ അദ്ദേഹത്തെ തലയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ തൊട്ടു, അതിനുശേഷം കണ്ണിന്റെ ഏതാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിരവധി ആൾക്കാർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെച്ച് കൊടുത്ത ഒരു പാപ്പയുടെ അടക്കിനാണ് അവർ വന്നിരിക്കുന്നത്. അല്ലാതെ നമ്മളോർക്കും ഫ്രാൻസിസ് സഭയെ കാണാൻ വേണ്ടി ഇങ്ങനെ ടൂറിസ്റ്റുകളും തീർത്ഥയാത്രികളും അതുപോലെ തന്നെ ജൂബിലിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് വന്നിരിക്കുന്നതെന്നാ ഞാൻ സംസാരിച്ച പല വ്യക്തികൾക്കും പാപ്പ വ്യക്തിപരമായിട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ഒരു ബന്ധം കൊടുത്തിട്ടുണ്ട്. അത്രമാത്രം പാപ്പ മനുഷ്യരോട് ഇടപഴകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ഇവിടെ നിൽക്കുമ്പം നമുക്കൊരു അതായത് ഇത്രയും നാള് നമ്മളോടൊപ്പം ജീവിച്ച് നമുക്ക് ലൈവായിട്ട് സന്ദേശങ്ങൾ തന്ന ഒരു പാപ്പയ്ക്കുടെ മരണ അടക്കിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു വികാരം ഉണ്ട്. വികാരപൂർണമായ ഒരു നിമിഷങ്ങളിലോട്ടാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ അന്തരീക്ഷമാണ്. ഇവിടെ പ്രയാസം നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഇപ്പോ പലരും പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് ഇനി അകത്ത് കയറാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അത്രമാത്രം ആൾക്കാർ ഇവിടെ ഓൾറെഡി നിറഞ്ഞു കവിഞ്ഞു.
സിസ്റ്റർ, മറ്റൊരു കാര്യം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഏകദേശം ഇന്നലെ പ്രാദേശിക സമയം വൈകിട്ട് 5 മണിയോട് കൂടിയിട്ട് പൊതുദർശനം അവസാനിപ്പിക്കുമെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. വൈകിട്ട് 5 മണിയോടുകൂടി പ്രാദേശിക സമയം 5 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിക്കുമെന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു അത് നടന്നത്? പിന്നീട് അപ്പോൾ സിസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, പിന്നീടും ആളുകൾ വന്നായിരുന്നു, നിങ്ങൾ വന്നിട്ട് മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായെന്ന്. എങ്ങനെയായിരുന്നു അന്നേരത്തെ ഒരു ആളുകളുടെ തിരക്ക് എങ്ങനെയായിരുന്നു? ഒരുപാട് ആളുകൾക്ക് മടങ്ങിപ്പോകേണ്ടി വന്നോ? നിരവധി ആളുകൾ, അതായത് ആളുകൾ എന്ന് പറയാൻ പറ്റും നമുക്ക്, കാരണം ആ ജനങ്ങളുടെ ഇങ്ങനെ കുത്തൊഴുക്കെന്ന് പറയാൻ പറ്റും, അത്രമാത്രം ഉണ്ടായിരുന്നു. അത് ഒരു കവാടത്തിൽ നിന്ന് മാത്രമല്ല, 4 കവാടങ്ങളിൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇത്രയും നേരം ഇവര് കാത്തു നിന്നല്ലോ എന്ന് നമുക്ക് കരുണ കാണിച്ച് അവരെ അകത്ത് കയറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. കാരണം അത്രയും പേരെ കയറ്റി പിന്നെ പുറത്തിറക്കി പിന്നെ പാപ്പയുടെ നമ്മുടെ ആ പെട്ടിയൊക്കെ സീൽ ചെയ്യാനുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധികാരികൾക്കും സഭാധികാരികൾക്കും പിന്നെ പോലീസിനുമൊക്കെ ഇത്രയും ജനങ്ങളെ ദൂരെ ഇരുന്ന് വരുന്നവരെ അകത്ത് കയറ്റാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് കൃത്യമായിട്ട് 5 മണിയാകുമ്പോഴത്തേനും അത് ക്ലോസ് ചെയ്തു, വാതിലുകളെല്ലാം അടച്ചു. അതിനുശേഷം ആൾക്കാർ എന്നാലും ക്യൂ നിൽപ്പുണ്ടായിരുന്നു. ആരും തന്നെ, പലരും പോയില്ല, ഇവിടെ തന്നെ ഇരുന്നു ഉറങ്ങുകയും എല്ലാം ചെയ്തു. ഭക്ഷണവുമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവർക്കും വെള്ളം അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ എല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ആർക്കും തിരിച്ചു പോകാനായിട്ട് പറ്റിയില്ല. അതുപോലെ അകത്ത് കയറ്റാനും പറ്റിയില്ല. ഇന്നലെ 5 മണിയോടുകൂടി തന്നെ അതെല്ലാം ക്ലോസ് ചെയ്യേണ്ടി വന്നു. കാരണം കൃത്യമായ ആ പ്രൊസീജിയർ കഴിയാതെ നമുക്ക് ഇന്നത്തെ ഫ്യൂണറലിനുള്ള കാര്യങ്ങൾ ഒരുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നേരത്തെ സജ്ജീകരണങ്ങൾ കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് രാഷ്ട്രപതി അവസാന നിമിഷങ്ങളിലോട്ടാണ് വന്ന് അത് കാണാനായിട്ടും അതിനോടൊപ്പം ലത്തീൻ സഭയിൽ നിന്ന് കോഴിക്കോട് അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിതാവ് അതൊരു പുതിയ അനുഭവമാണ്. കാരണം പിതാവ് ഫ്രാൻസിസ് പാപ്പ അവസാനമായി കേരള ലത്തീൻ സഭയ്ക്ക് ഒരു അതിരൂപതയായി കോഴിക്കോട് രൂപതയെ ഉയർത്തുകയും അവിടെ മെത്രാപ്പൊലീത്തയായിട്ട് ആദ്യത്തെ പ്രഥമ മെത്രാപ്പൊലീത്തയായിട്ട് വർഗീസ് ചക്കാലക്കൽ പിതാവിനെ ഉയർത്തുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ കേരള ലത്തീൻ മെത്രാൻ കൗൺസിലിന്റെ പ്രസിഡന്റും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് അവരെല്ലാരും വന്നായിരുന്നു. അതിന്റെ ഒരു ഇന്ത്യക്കാർ വന്നപ്പോ തന്നെ നമുക്കൊരു അഭിമാനത്തിന്റെ നിമിഷവും കൂടിയായിരുന്നു. അവരൊക്കെ വന്ന് പ്രാർത്ഥിച്ചപ്പം പാപ്പയുടെ ശരീരത്തിന്റെ മുമ്പിൽ പോയി നിന്ന്, ഭൗതിക ശരീരം വിശ്വസിക്കുന്നതിന് മുമ്പ് പോയി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമുക്കൊരു അഭിമാനമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും എത്താൻ പറ്റുന്നത് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമായിരുന്നു. സിസ്റ്റർ, മറ്റൊരു കാര്യം, സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? കാരണം നമ്മുടെ മാധ്യമ വിഭാഗം ഇപ്പോൾ വത്തിക്കാൻ ചതുരത്തിന്റെ പുറകിൽ ഉണ്ട്. അവർ കാണിക്കുന്ന, അവരുടെ മുൻപിൽ കുറെ ഭാഗം ഫ്രീ ആയിട്ടുണ്ട്. അവിടെയും ഇനി ജനങ്ങൾ വന്ന് നിറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ് അവിടെ നിൽക്കുന്നത്? ഇനിയിപ്പം എന്തോരം ജനങ്ങൾ അവിടെ ഉണ്ട്? അപ്പോൾ എപ്പോഴായിരിക്കും ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു ഭൗതിക ശരീരം അവിടെ നിന്ന് ഇറക്കി പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് വെച്ച് പ്രാർത്ഥനകൾ തുടങ്ങുന്നത്? അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരിക്കും എന്ന് കൂടി ഒന്ന് വിശദമാക്കാവോ? ഓക്കെ, ഞാനിപ്പോ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോ നിൽക്കുന്നത് അതായത് എന്റെ പുറകിലാണ് വിശുദ്ധ പത്രോസിന്റെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഏതാണ്ട് ഫസ്റ്റ് റോയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാല് ഒഫീഷ്യൽസ് കഴിഞ്ഞിട്ടുള്ള പൊതുജനങ്ങൾക്ക് വെച്ചിട്ടുള്ള ഫസ്റ്റ് റോയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഏറ്റവും മുമ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടെ ഇത്രയും ജനങ്ങളുണ്ട്. എല്ലാവരെയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കാണുന്നുണ്ട്, വ്യക്തമായി കാണുന്നുണ്ട്. നിരവധി ആളുകളെ കാണുന്നുണ്ട്. പുറകുഭാഗത്തേക്ക് ഞങ്ങൾക്ക് ആ ഒരു വേക്കന്റ് ആയി കിടക്കുന്ന ഭാഗം കാണാത്ത രീതിയിൽ ജനസാഗരത്തെ കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഇവിടെയാണ്. പക്ഷെ ഇപ്പൊ അൾത്താര എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. ആ ചുമപ്പ് കളറിലെ ഒരു ഈശോയുടെ ഉദ്ധാനത്തിന്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ സജ്ജീകൃതമാക്കിയിരിക്കുന്ന ഒരു അൾത്താരയുണ്ട്. ആ അൾത്താരയിലാണ് ദിവ്യബലി അർപ്പിക്കുന്നത്. ആ ചുമന്ന കളറില് വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഇവിടെ ദൂരെ കാണാം, വ്യക്തമായി കാണാം. ചുവന്ന ആ ഒരു അങ്കി വ്യക്തമായി കാണാം. കസേരകൾ ഒരുക്കിയിരിക്കുന്നത് കർദിനാൾമാർക്കും മെത്രാന്മാർക്കും അതുപോലെ വൈദികർ താഴെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പത്തെ സൈഡില് വലത്തെ സൈഡുകളിൽ, അതായത് വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും 2 വലിയ സ്റ്റാച്യൂസ് ഉണ്ട്. അതിന്റെ ഞങ്ങൾ ഇരിക്കുന്നത് വിശുദ്ധ പൗലോസ്ലിഹായുടെ സ്റ്റാച്യൂസിന്റെ ആ വശത്താണ്, വലതുവശത്താണ്. അവിടെയാണ് ഒഫീഷ്യൽസ് ഇരിക്കുന്നത്. ഡിക്കാസ്ട്രിയുടെ ഓരോ ഡിക്കാസ്ട്രികളുടെ പ്രീഫെക്റ്റുമാരും
അതുപോലെ അവിടെ ജോലി ചെയ്യുന്ന സെക്രട്ടറിമാര്, കർദിനാൾമാരുടെ സെക്രട്ടറിമാര്, അവരെല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. ഇപ്പുറത്തെ സൈഡാണ് വൈദികരെ ഇരിക്കുന്നത്. പിന്നെ അവിടെ അതിന് മുകളിലെ, അതായത് ഓൾട്ടറിന്റെ വലത്തെ വശത്താണ് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ VIPs ഒക്കെ, എനിക്ക് തോന്നുന്ന രാഷ്ട്രീയ നേതാക്കന്മാര്, രാഷ്ട്രാധിപന്മാരെല്ലാവരും വന്നിരിക്കുന്നത് അവിടെയാണ്. പിന്നെ നമുക്കിവിടെ നല്ല സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ചുറ്റിലും ജനങ്ങള് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അവിടെയാണ് കാണുന്ന, അവിടെ സജ്ജീകൃതമായ ഒരു ആൾക്കാർ ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് ദിവ്യബലി നടക്കുന്നത്. സിസ്റ്റർ റൂബിനി CTC, പരിശുദ്ധ പിതാവിൻ്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് മരിയ മജോറെ ബസിലിക്കയിലേക്ക് പാപ്പ പോകാനുള്ള, പാപ്പയുടെ അന്ത്യവിശ്രമം അവിടെ ആയിരിക്കാനുള്ള പാപ്പയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു ബസിലിക്കയോട്, മാതാവിനോടുള്ള പാപ്പയുടെ അതീവ സ്നേഹത്തിൻ്റെ അടയാളം കൂടിയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച ഫാദർ പ്രിൻസ് പറഞ്ഞതുപോലെ മരിയ മജോറി ബസിലിക്കയുടെ അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്ന തിരുശേഷിപ്പ് എന്ന് പറയുന്നത് ഇസ്രായേലിലെ വിശുദ്ധ നാട്ടിലെ നമ്മുടെ കർത്താവ് ജനിച്ച പുൽത്തൊഴുത്തിൻ്റെ തിരുശേഷിപ്പാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ പ്രത്യേകതകൾ നിറഞ്ഞ മരിയ ബസിലിക്കയിലേക്ക്, മരിയ മജോറെ ബസിലിക്കയിലേക്ക് പാപ്പ വരുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് പാപ്പ അവിടെ കണ്ടിരുന്നത്? അതായത് പാപ്പയുടെ ഈ കല്ലറയെ കുറിച്ച് ഇന്നലെ ഒരു വാർത്ത, വത്തിക്കാൻ വാർത്താ കാര്യാലയത്തിൽ നിന്ന് ഒരു വാർത്ത അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നോക്കുമ്പോൾ പാപ്പയുടെ കല്ലറ അടക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു കല്ലുണ്ട്. അത് പാപ്പയുടെ മുതുമുത്തച്ഛന്മാരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ നിന്ന് കല്ല് കൊണ്ടുവന്ന് മാർബിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കും പാപ്പ ഇത്രയും സിമ്പിൾ ആയിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ സ്പെഷ്യൽ കല്ല് ആഗ്രഹിച്ചെന്നൊക്കെ പറയും. പക്ഷേ ആ കല്ല് ദരിദ്രരുടെ, പാവങ്ങളുടെ വെള്ളിക്കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ പാപ്പ തന്റെ കല്ലറ പോലും പാവങ്ങളോടൊപ്പം ആയിരിക്കണം എന്ന് ആഗ്രഹിച്ച് ജീവിച്ച വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ പാപ്പയുടെ ആ കല്ല് ലിഗൂറിയ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നാണ്. അതായത് പാപ്പയുടെ മുത്തച്ഛൻ ജനിച്ച് വളർന്ന ആ സ്ഥലം, അവിടെയാണ് പാപ്പയുടെ അമ്മ ജനിച്ചതെന്നാ പറയുന്നത്. അവിടെയുള്ള കല്ലാണ് പാപ്പയുടെ കല്ലറയിൽ കൊണ്ടുവന്ന ആ മാർബിൾ കല്ലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2017 തോന്നുന്നു പാപ്പ ജനോവയിൽ ചെന്ന് പാപ്പയുടെ കുടുംബാംഗങ്ങളെ കണ്ടു. അവരുടെ അമ്മ അപ്പോഴും ജീവിച്ചിരുന്നു, അതായത് കസിന്റെ ഒരു അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അവരെയും പോയി കണ്ടായിരുന്നെന്ന് പറഞ്ഞു. അത് അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ പാപ്പ ഈ മാതാവിനോട് ഇത്രയും സ്നേഹവും കരുതലും ഒക്കെ കൊണ്ടു നടന്ന് അവസാനം അന്ത്യവിശ്രമം അവിടെ തന്നെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കാനുള്ള ഒരു പ്രത്യേക കാരണം, പാപ്പയുടെ ജീവിതത്തിൽ ഒരുപാട് സഹന അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഒന്ന് ദാരിദ്ര്യമായ കുടുംബം, രണ്ടാമത് കുടിയേറ്റത്തിന്റെ നോവ് അനുഭവിച്ചതും, അതുപോലെ തന്നെ പിന്നെ പാപ്പയുടെ പിതാവ് പെട്ടെന്ന് മരിച്ചുപോയപ്പം കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പാപ്പയാണ് ഏറ്റെടുക്കേണ്ടി വന്നത്. പാപ്പയുടെ അനിയത്തിയായ മരിയ പറയുന്നത് അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് അവർ പറയണത് എല്ലാ ദിവസവും പാപ്പ ആ കുടുംബത്തിന് വേണ്ടി എല്ലാ നിമിഷങ്ങളും അധ്വാനിച്ചിരുന്നു. ഒരിക്കലും തന്റെ പിതാവിന്റെ അഭാവം കുടുംബം അറിയരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് അധ്വാനിച്ചിരുന്നു. അതുപോലെ തന്നെ പാപ്പ സ്വന്തം കരങ്ങൾ കൊണ്ട് നിറയെ കത്തുകൾ അയച്ചിട്ടുണ്ട് പാപ്പ മരിയയ്ക്ക്, അതായത് സഹോദരിക്ക്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സഹോദരിയാണ്. ആ കത്തുകളിലെല്ലാം അവസാനമായി എഴുതിയ കത്തുകളിൽ പാപ്പ പറഞ്ഞത്, ഞാൻ ഒത്തിരി ടയേർഡാണ്, പക്ഷെ എന്റെ മനസ്സിൽ ഭയങ്കര ശക്തിയുണ്ട്. ആ ശക്തി, ആ സ്ട്രെങ്ത് കിട്ടുന്നത് നിന്റെ പ്രാർത്ഥനയിലൂടെയും നിന്റെ സ്നേഹത്തിലൂടെയുമാണ്. നീ എപ്പോഴും എന്റെ സ്നേഹമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അനിയത്തി. അതിനുശേഷം പാപ്പ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും സ്നേഹമായും ആശ്രയമായും കരുതലായും പാപ്പ കൊണ്ടു നടന്നത് ഈ പരിശുദ്ധ അമ്മയുടെ ഇതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തില് തന്നെ തന്റെ പുനരുത്ഥാനം വരെയുള്ള ദിവസങ്ങൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലായിരിക്കണമെന്ന് പാപ്പ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് മൂന്നോ നാലോ മാർപ്പാപ്പന്മാരെയും അവിടെ മാതാവിന്റെ സന്നിധിയിൽ അടക്കിയിട്ടുണ്ട്. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ഈ നൂറ്റാണ്ടിലൊക്കെ താൻ മാതാവിനോട് സ്നേഹം പ്രകടിപ്പിച്ച് അവിടെ തന്നെ വിശ്രമം കൊള്ളണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് ഫ്രാൻസിസ് പാപ്പയാണ്.